ഗുഡ് മോർണിംഗ് എവ്രി വൺ അഗെയിൻ. എന്താണ് എല്ലാവരുടെ വിശേഷങ്ങള്? എല്ലാവരും ഹാപ്പി അല്ലേ? രതി മാം എന്ത് പറയുന്നു? ഹാപ്പി അല്ലേ? സുഖായിരിക്കണോ? സുഖാണ്, ഹാപ്പി ആയിരിക്കണം. പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലോ. ആ, EFT ചെയ്ത അല്ല. ഏതൊരാളോടും കാണുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്, പ്രാക്ടീസസ് കണ്ടിന്യൂ ചെയ്യുന്നില്ലേ എന്നുള്ളത്. ലൈഫ് ലോങ് അത് കൊണ്ടുപോകണം. ലൈഫ് ലോങ് മീൻസ് നമ്മുടെ ട്രോമാസ് ഹീൽ ആവുന്നത് വരെ നമ്മൾ കൊണ്ടുപോകേണ്ടത് തന്നെയാണ് കേട്ടോ. ഓക്കെ. ജോസഫ് സർ, രത്നം മാം, എന്താണ് സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ സെഷനിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും ഞാൻ വെൽക്കം ചെയ്യാണ്. ഇപ്പോൾ എല്ലാവരും മെഡിറ്റേഷൻ കഴിഞ്ഞ് എല്ലാവരും റിലാക്സ്ഡ് ആണ്. നമുക്ക് സെഷനിലേക്ക് കടക്കാം അല്ലേ? അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് വരുന്നത്, മാക്സിമം എല്ലാവരും വീഡിയോ മോഡിൽ വരും കേട്ടോ. എല്ലാവരും വീഡിയോ മോഡിൽ വരണേ. അപ്പോഴല്ലേ നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഒരു എനർജി ഉണ്ടാവുള്ളൂ. ഓക്കെ, മാക്സിമം പറ്റുന്നവരെല്ലാം വീഡിയോ മോഡിൽ വരാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലവ് ലാംഗ്വേജസ് ഇൻ റിലേഷൻഷിപ്പ് അല്ലെ? നമ്മുടെ റിലേഷൻഷിപ്പിൽ ലവ് ലാംഗ്വേജസിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കേട്ടിട്ടുണ്ടോ മുൻപ് ലവ് ലാംഗ്വേജസ് എന്നുള്ളത്? കേട്ടിട്ടുണ്ടോ? എന്താണെന്ന് ടെക്സ്റ്റ് ചെയ്തേ എല്ലാവരും. നമുക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇന്ററാക്ട് ചെയ്തുകൊണ്ട് പോവാം അല്ലേ? അതല്ല ഒന്നുകൂടെ എനർജി ഉണ്ടാക്കുന്നത്. നമുക്ക് ഇന്ററാക്റ്റീവ് ആയിട്ട് പോകുമ്പോൾ ഒന്നുകൂടെ എനർജറ്റിക് ആയിട്ട് സെഷൻ കൊണ്ടുപോകാൻ പറ്റും. നിങ്ങൾക്കും കൂടുതൽ ഫോക്കസോട് കൂടിയിട്ട് ഇരിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു റാഹിബ്. മാക്സിമം എല്ലാവരും വീഡിയോ മോഡിൽ വരും കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലവ് ലാംഗ്വേജസ് എന്നുള്ളത് ഏതൊരു വ്യക്തിയും അവരുടെ ലൈഫിൽ മനസ്സിലാക്കേണ്ട, പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മൾ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നവരാണ് അല്ലെ? ജീവിക്കുന്നവരാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ പാരൻസ്, ആദ്യം നമ്മൾ കുട്ടിക്കാലത്ത് നമ്മുടെ പാരൻസ്, നമ്മുടെ സിബ്ലിങ്സ് അവരൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു. പിന്നീട് അഡൾട്ട്ഹുഡിൽ നമ്മൾ പാർട്ട്ണർ, ഒരു മാരേജ്, നമ്മൾ മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർട്ട്ണറുടെ കൂടെ ജീവിക്കുന്നു, പിന്നെ മക്കളുടെ കൂടെ. അപ്പം ഈ ലവ് ലാംഗ്വേജസ് എന്നുള്ളത്, സ്നേഹത്തിന്റെ ഭാഷ എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട കാര്യം തന്നെയാണ്. ഈ ഒരു ഭാഷ അറിയാത്തതിന്റെ പ്രശ്നം പലരും അവരുടെ ലൈഫിൽ, പ്രത്യേകിച്ച് മാരീഡ് ലൈഫിൽ അവര് പ്രോബ്ലംസിലൂടെ കടന്നു പോകുന്നു അല്ലേ? നമ്മുടെ പല കേസസും വരുന്നത്, എൻ്റെ പാർട്ട്ണർ സ്നേഹിക്കുന്നില്ല. ഹസ്ബൻഡ് ആവാം, വൈഫ് ആവാം. ഹസ്ബൻഡ് പറയുന്നവർ പറയുന്നു, ഹസ്ബൻഡ് ഓർ വൈഫ് പറയുന്നു, എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ പാരൻസ് എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല. എന്നാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആള് പറയുന്നത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ നന്നായിട്ട് എനിക്ക് അവളില്ലാതെ അല്ലെങ്കിൽ അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഒരു സ്നേഹം ഫീൽ ചെയ്യാൻ പറ്റാത്തത്? എന്താണ് അവിടുത്തെ പ്രശ്നം അല്ലെ? നമ്മളിൽ പലരും എന്താണ്, നമ്മളിപ്പോ മാരീഡ് ലൈഫിലേക്ക് കടക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് അറിയില്ല. എങ്ങനെ മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ എൻ്റെ പാർട്ട്ണറോട് ഞാൻ പെരുമാറണം, എൻ്റെ പാർട്ട്ണറെ ഞാൻ എങ്ങനെ കെയർ ചെയ്യണം, ഇതൊന്നും അറിയാതെയാണ് നമ്മൾ മാരീഡ് ലൈഫിലേക്കൊക്കെ എൻ്റർ ചെയ്യുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കുക എന്താണ് ഇവിടെ പ്രശ്നം എന്നുള്ളത്. നിങ്ങൾക്ക് തോന്നാറുണ്ട്, ഈ സെഷനിൽ ഇരിക്കുന്നവർക്ക് തോന്നാറുണ്ടോ, എന്നെ എൻ്റെ പാർട്ട്ണർ മനസ്സിലാക്കുന്നില്ല, പരിഗണിക്കുന്നില്ല, സ്നേഹിക്കുന്നില്ല എന്നുള്ളതൊക്കെ തോന്നാറുണ്ടോ? ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യെസ് ടെക്സ്റ്റ്. മാഡം. എന്താണ് എന്താ രതിമാം എന്താ പറഞ്ഞ? ആ, ഉണ്ട്, എനിക്ക് തോന്നാറുണ്ട്. തോന്നാറുണ്ട്. അപ്പൊ അത് സംസാരിക്കാറുണ്ടോ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോ? അപ്പൊ തിരിച്ചെന്താ പറയാറുള്ളത്? ഒന്നും പറയില്ല. ഒന്നും പറയില്ല. ചില സമയത്ത് പറയും, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എന്താ നിന്റെ പ്രശ്നം എന്താണ് അല്ലെ? അങ്ങനെയൊക്കെ ചോദിക്കും. ഞാൻ എന്തിന്റെ കുറവാ ഞാൻ നിനക്ക് വരുത്തിയിട്ടുള്ളത് അല്ലെ? കോമൺ ആയിട്ട് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. നിനക്ക് എന്താണ് ഇവിടെ പ്രശ്നം, അങ്ങനെയൊക്കെ ചോദിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം എന്താണ് എന്താണ് ഇവിടെ പ്രശ്നം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞാൻ സ്ലൈഡ്സ് ഒന്ന് ഷെയർ ചെയ്തോട്ടെ. സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ?
ഓക്കെ. യെസ് മാഡം, കാണാം. ഇൻ റിലേഷൻഷിപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഇമോഷണൽ കണക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നമ്മുടെ റിലേഷൻഷിപ്പിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം ലവ് ലാംഗ്വേജസ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് വാട്ട് ഈസ് ലവ്, എന്താണ് സ്നേഹം എന്നുള്ളത്, അല്ലേ? ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവ് ഈസ് ഈക്വൽ ടു കെയർ പ്ലസ് റെസ്പെക്ട് പ്ലസ് ഇമോഷണൽ കണക്ഷൻ, അല്ലേ? നമ്മൾ എന്താണ്, നമുക്ക് സ്നേഹം ഫീൽ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയൊക്കെയാണ്? നമ്മൾ നമ്മുടെ ഏറ്റവും അടുത്ത ആള് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിലുള്ള ആളുകൾ നമ്മളെ കെയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളോടുള്ള കരുതല്, അല്ലേ? നമ്മളോടുള്ള ബഹുമാനം, അല്ലേ? അതുപോലെ ഇമോഷണലി ഉള്ള ഒരു കണക്ഷൻ, വൈകാരികമായിട്ടുള്ള ഒരു ബന്ധം, ഇതിലൂടെയൊക്കെയാണ് നമുക്ക് സ്നേഹം ഫീൽ ചെയ്യാനായിട്ട് കഴിയുക. സ്നേഹം ഉള്ളിലുണ്ട് എന്ന് വെച്ചിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല, അല്ലേ? അപ്പൊ നമ്മൾ സ്നേഹം എന്നുള്ളത് കെയർ ആണ്, കരുതലാണ്, റെസ്പെക്റ്റ് ആണ്, ബഹുമാനമാണ്, അതുപോലെ ഇമോഷണൽ കണക്ഷൻ ആണ് സ്നേഹം എന്ന് പറയുന്നത്. അൺകണ്ടീഷണൽ പോസിറ്റീവ് ഫീലിംഗ്, അൺകണ്ടീഷണൽ ആയിട്ട്, അല്ലേ? വ്യവസ്ഥതകൾ ഏതുമില്ലാതെ നമ്മൾ പോസിറ്റീവായിട്ട് ഉള്ള ഒരു ഫീലിംഗ് ആണ് ലവ് എന്ന് പറയുന്നത്. വാണ്ടിങ് ഹാപ്പിനെസ് ഫോർ അതേഴ്സ്, മറ്റുള്ളവരെ, അല്ലേ, മറ്റുള്ളവരെ ഹാപ്പി ആക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ സന്തോഷം, അല്ലേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ നൽകുന്ന ഒരു ഫീലിംഗ് ആണ് ലവ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ മനസ്സിലുണ്ടായിട്ട് കാര്യമില്ല, നമ്മൾ എന്ത് ചെയ്യണം, അത് എക്സ്പ്രസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് സ്നേഹം ഫീൽ ചെയ്യാൻ പറ്റുക. ഇപ്പൊ നമ്മുടെ പാർട്ട്ണർ നമ്മൾ എപ്പോഴാണ് നമ്മൾ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് നമ്മൾ പറയാറുള്ളത്, അല്ലെ? നമുക്ക് എന്തെങ്കിലും ഒരു പരിഗണന കിട്ടാത്ത സമയത്ത്, നമുക്ക് ഒരു അസുഖം വരുമ്പോൾ, എക്സാമ്പിളോടെ പറയുന്ന ഒരു അസുഖം വരുമ്പോൾ നമ്മൾ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല, നീ എന്നെ സ്നേഹിക്കുന്നില്ല, അല്ലേ? അതുപോലെ നമ്മളൊരു വിഷമം വരുമ്പോൾ ചേർത്ത് പിടിച്ചിട്ടില്ല, സപ്പോർട്ട് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള സമയത്ത് എന്ത് പറയും? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ല, നീ എന്നെ സ്നേഹിക്കുന്നില്ല, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല, അല്ലേ? അപ്പം സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയൊക്കെയാണ്? നമ്മളെ കെയർ ചെയ്യുന്നതിലൂടെയും ആ ഒരു വാത്സല്യവും ആ ഒരു കരുതലും സപ്പോർട്ടും ഇതൊക്കെ നമുക്ക് കിട്ടുമ്പോഴാണ്, അതിലൂടെയാണ് നമുക്ക് സ്നേഹം ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇമോഷണലി എന്തുകൊണ്ടാണ് റിലേഷൻഷിപ്പുകൾ ഫെയിലായി പോകുന്നത്? സ്നേഹമില്ലാത്തത് കൊണ്ടാണോ? എന്താണ് പ്രശ്നം? സ്നേഹം നമ്മുടെ ബന്ധങ്ങളിൽ എന്തുകൊണ്ടാണ് ഫെയിലാവുന്നത്? അവിടെ സ്നേഹമില്ലാത്തത് കൊണ്ടല്ല ബന്ധം പ്രശ്നത്തിലാവുന്നത്, ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പല ആളുകൾക്കും അവർ എക്സ്പെക്ട് ചെയ്യുന്ന സ്നേഹിക്കപ്പെടണം, എന്നെ സ്നേഹിക്കേണ്ട ഒരു രീതി അവർ എക്സ്പെക്ട് ചെയ്യുന്നത് വ്യത്യസ്ത രീതികളാണ്. ഓരോരുത്തരും അവർക്ക് സ്നേഹം ഫീൽ ചെയ്യാൻ പറ്റുന്നത് വ്യത്യസ്ത രീതികളിൽ അവർക്ക് സ്നേഹം കിട്ടുമ്പോഴാണ്. ഇത് മനസ്സിലാക്കാതെ നമുക്ക് നമ്മുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിലുള്ള ആളുകൾക്ക് ഇത് മനസ്സിലാക്കാതെ നമ്മൾ നമ്മുടെ രീതിയിൽ സ്നേഹം കൊടുക്കുമ്പോൾ അവർക്കത് ഫീൽ ചെയ്യാനോ അവർക്ക് എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലാണ് സ്നേഹിക്കേണ്ടത്. അപ്പം ഇവിടെ സ്നേഹമില്ലാത്തതല്ല പ്രശ്നം, മനസ്സിലാക്കുന്നില്ല എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, എൻ്റെ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ എൻ്റെ മുന്നിലുള്ള ആൾക്ക് എങ്ങനെയാണ് സ്നേഹം ഫീൽ ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് എന്ത് കിട്ടുമ്പോഴാണ് അവർ ഹാപ്പി ആവുന്നത്, ആ ഒരു സ്നേഹം അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഒരു വ്യക്തിക്ക് അറിയുന്നില്ല എന്നുള്ളതാണ്, മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പ്രശ്നമായിട്ട് വരുന്നത്. ഇപ്പോൾ ചില കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാർട്ട്ണർ വന്ന് പറയുകയാണ് എന്നെ സ്നേഹിക്കുന്നില്ല, എൻ്റെ ഹസ്ബൻഡിനോ വൈഫിന് എന്നെ ഇഷ്ടമല്ല, എന്നെ പരിഗണിക്കുന്നില്ല, എന്നെ ബഹുമാനിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്തും ആ പാർട്ട്ണറോട് സംസാരിക്കുന്ന സമയത്ത് പാർട്ട്ണർ എന്ത് പറയും? എനിക്ക് അവളില്ലാതെ അല്ലെങ്കിൽ അവനില്ലാതെ ജീവിതം ചിന്തിക്കാനേ പറ്റില്ല, എനിക്ക് അത്ര ഇഷ്ടമാണെന്നൊക്കെ പറയും. അപ്പൊ ഇവിടെ പ്രശ്നം എന്താണ്? ആ ഒരു വ്യക്തിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന സ്നേഹം ഫീൽ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലല്ല ഈ വ്യക്തി എന്ത് കൊടുക്കുന്ന സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നത്. ഇതാണ് പ്രശ്നം. അപ്പം ഡിഫറെൻ്റ് ഇമോഷണൽ എക്സ്പ്രഷൻസ് ആണുള്ളത്. പലരും പല രീതിയിലാണ് സ്നേഹം കിട്ടാൻ ആഗ്രഹിക്കുന്നതും സ്നേഹം നൽകുന്നതും.
ഇവിടെ മിസ്കമ്മ്യൂണിക്കേഷൻ വരെയാണ്. അപ്പൊ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മളുടെ കൂടെ നിൽക്കുന്ന, കൂടെ ജീവിക്കുന്നവർക്ക് ഏത് രീതിയിലാണോ സ്നേഹം അവർ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടത്, ആ രീതിയിൽ നമ്മൾ കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവും. ഓക്കെ, അപ്പം പല ആളുകൾക്കും പല രീതിയാണുള്ളത്. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ ലവ് ലാംഗ്വേജസ് ആണ് നമ്മുടെ ടോപ്പിക്. അപ്പോൾ എന്താണ് ലവ് ലാംഗ്വേജ്, എന്തൊക്കെയാണ് ലവ് ലാംഗ്വേജ്? ലവ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് വേസ് പീപ്പിൾ ഗിവ് ആൻഡ് റിസീവ് ലവ്. ആളുകൾ സ്നേഹം സ്വീകരിക്കാനും നൽകാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വേസ് ആണ്, വ്യത്യസ്ത വഴികളാണ് അല്ലെങ്കിൽ വ്യത്യസ്ത രൂപങ്ങളാണ് ലവ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. സം പീപ്പിൾസ് ഫീൽ ലൗഡ് വെൻ ദേ ആർ ഹേർഡ് വേർഡ്സ്. ചില ആളുകൾക്ക് സ്നേഹം ഫീൽ ചെയ്യുന്ന എപ്പോഴാണ്? ചില വാക്കുകൾ കേൾക്കുമ്പോഴാണ്, അല്ലേ? ചില വാക്കുകൾ കേൾക്കുമ്പോൾ ആ, എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഐ ലവ് യു എന്നുള്ളൊരു വേർഡ് കേൾക്കുമ്പോൾ ആ, എന്നെ അവർ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഫീൽ ചെയ്യാൻ പറ്റും. എന്നാൽ ചില ആളുകൾക്ക് ഇങ്ങനെയാണ്, സം ഫീൽ ലൗഡ് വെൻ സമ്മൺ സ്പെൻഡ്സ് ടൈം. അവരുടെ കൂടെ സമയം ചെലവഴിക്കുമ്പോഴാണ്, അല്ലെ, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് അവർക്ക് സ്നേഹമായിട്ട് ഫീൽ ചെയ്യുന്നത്. സം ഫീൽ ലൗഡ് ത്രൂ ആക്ഷൻസ്. ചില ആളുകൾക്ക് എന്താണ്, ചില ആക്ഷൻസിലൂടെ, മീൻസ് അവർക്ക് ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴാണ് അവർക്ക് സ്നേഹം ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സം ത്രൂ ടച്ച്. ചില ആളുകൾക്ക് എങ്ങനെയാണ് സ്നേഹം ഫീൽ ചെയ്യുന്നത്, എന്നെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് ഫീൽ ചെയ്യുന്നത് ടച്ച് ചെയ്യുമ്പോഴാണ്, ഹഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൈകളൊന്ന് പിടിക്കുമ്പോൾ, അല്ലെങ്കിൽ തോളിൽ തട്ടി എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് തോളിൽ തട്ടിൽ ആശ്വസിപ്പിക്കുമ്പോൾ, അപ്പോഴൊക്കെയാണ് സ്നേഹം ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുക. സം ത്രൂ ഗിഫ്റ്റ്സ്. ചില ആളുകൾക്ക് എങ്ങനെയാണ്, ഗിഫ്റ്റ്സ് കൈമാറുമ്പോഴാണ്, എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ കൈമാറുമ്പോഴാണ് സ്നേഹം ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കൂടുതൽ നമുക്ക് നോക്കാം എങ്ങനെയാണ്, എന്തൊക്കെയാണ് ലവ് ലാംഗ്വേജസ്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു കോൺസെപ്റ്റ് ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഡോക്ടർ ഗാരി ചാപ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമേരിക്കൻ മാരേജ് കൗൺസിലറാണ്. അദ്ദേഹം ഓതറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കുണ്ട്. ആ ബുക്കിൽ, ഫേമസ് ബുക്കാണ്, അതിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദ 5 ലവ് ലാംഗ്വേജസ് എന്നുള്ളത്, 5 ലവ് ലാംഗ്വേജസ്. അപ്പം അദ്ദേഹം പറഞ്ഞല്ലോ മാരേജ് കൗൺസിലർ ആയിരുന്നു. ഒന്ന് മ്യൂട്ട് ചെയ്യണേ. മാരേജ് കൗൺസിലർ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് ക്ലയൻസ് വരും, അല്ലേ? ഒരുപാട് ബുദ്ധിമുട്ടുള്ള റിലേഷൻഷിപ്പിൽ. ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ആരാണ്? ഓക്കെ. അപ്പം ക്ലയൻസ് വരുന്ന സമയത്ത് അദ്ദേഹം അവരുമായിട്ട് സംസാരിക്കുന്നു, അവരുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് പാർട്ട്ണർ സ്നേഹം നൽകുന്നുണ്ട്. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹം ഒരുപാട് ക്ലയൻസിന് ഇതുപോലെ കൗൺസിലിംഗ് കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത്, കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ആൾക്ക് മനസ്സിലായി എന്ത്, ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് സ്നേഹം, ലവ് കിട്ടുമ്പോഴാണ്, എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് ഞാൻ സ്നേഹിക്കപ്പെടുന്നു എന്ന ഫീൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർക്ക് ഉണ്ടാകുന്നത്. ഒരു ഹസ്ബൻഡ് ആ ഒരു വൈഫിന് വേണ്ട രീതിയിൽ, അവരാഗ്രഹിക്കുന്ന രീതിയിൽ സ്നേഹം കൊടുക്കുമ്പോഴാണ് അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റുക, ഞാൻ സ്നേഹിക്കപ്പെടുന്നു എന്നുള്ളൊരു ഫീൽ ലഭിക്കുന്നത്. അതുപോലെ ഒരു വൈഫ് അവരുടെ ഹസ്ബൻഡ് ആഗ്രഹിക്കുന്ന രീതിയിൽ, അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സ്നേഹം കൊടുക്കുമ്പോഴാണ് അവർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ സ്നേഹിക്കപ്പെടുന്നു, എന്നെ ഇഷ്ടമാണ് എന്നുള്ളൊരു ഫീൽ അവർക്കും ലഭിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കണം, ഏത് രീതിയിലാണ് എൻ്റെ പാർട്ട്ണർക്ക്. ഇതിപ്പം മാരീഡ് ലൈഫിൽ മാത്രമല്ല, എസ്പെഷ്യലി മാരീഡ് ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഒരു പാരൻസ്, മക്കൾ റിലേഷൻഷിപ്പിൽ, ഫ്രണ്ട്സ്, എല്ലാത്തിലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ കൂടുതൽ നമ്മൾ മാരീഡ് ലൈഫിലാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. അവിടെ ഇത് പ്രശ്നമായിട്ട് മാറും. കാരണം നമ്മൾ കൂടെ ജീവിക്കുന്നവരാണ്, അല്ലെ, ഒരു വീട്ടിൽ ജീവിക്കുന്നവരാണ്. അപ്പം ഇവിടെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ബുക്കിൽ കൃത്യമായിട്ട് പറയുന്ന ഹൗ ടു എക്സ്പ്രസ് ഹെർട്ട്ഫെൽറ്റ് കമ്മിറ്റ്മെന്റ് ടു യുവർ മെയ്റ്റ്. നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരോട് എങ്ങനെയാണ് ഒരു ഹെർട്ട്ഫെൽറ്റ് ആയിട്ടുള്ള സ്നേഹം, കമ്മിറ്റ്മെന്റ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് ആ ഒരു ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഈ ബുക്കിലുള്ള
ഈ 5 ലവ് ലാംഗ്വേജസ് മാത്രമല്ല, പക്ഷെ മെയിൻലി 5 ലവ് ലാംഗ്വേജസ് ആണ് ഈ ബുക്കിൽ പറയുന്നത്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്തൊക്കെയാണ് ഈ ഫൈവ് ഫൈവ് ലവ് ലാംഗ്വേജസ് എന്നുള്ളത്. എന്താണ് സ്നേഹത്തിന്റെ ഭാഷ? ഇപ്പോൾ ഇതിൽ നമ്മൾ പറയാണ്, ഇതിന്റെ ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടി ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ 4 ഭാഷ സംസാരിക്കുന്ന ആളുടെ 4 വ്യത്യസ്ത ഭാഷകൾ അറിയാവുന്ന ആളുകളാണ്, പക്ഷെ ആ ഭാഷ മാത്രമേ അവർക്ക് അറിയുള്ളൂ. ഇപ്പോൾ ഒരാൾ മലയാളിയാണ്, ഒരാൾക്ക് തമിഴ് അറിയാം, ഒരാൾക്ക് കന്നഡ അറിയാം, ഒരാൾക്ക് ഹിന്ദി അറിയാം. അവർക്ക് മറ്റു ഭാഷകൾ അറിയില്ലതാനും. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ സംസാരിച്ചാൽ എന്തെങ്കിലും മനസ്സിലാവും അവിടെ? എന്തെങ്കിലും അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുമോ? ഒരു അണ്ടർസ്റ്റാൻഡിങ് അവിടെ വരുമോ? ഇല്ല. നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ആളുടെ ഭാഷയിൽ നമ്മൾ സംസാരിക്കുമ്പോഴാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാനും ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുക. ഇതുപോലെ തന്നെയാണ് ലവ് ലാംഗ്വേജസും. നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ലവ് ലാംഗ്വേജ് എന്താണോ, ആൾക്ക് എങ്ങനെയാണോ സ്നേഹം ഫീൽ ചെയ്യാൻ പറ്റുന്നത്, ആ രീതിയിലാണ് നമ്മൾ സ്നേഹം നൽകേണ്ടത്. ഓക്കെ, അപ്പം 5 ലവ് ലാംഗ്വേജസിൽ നോക്കൂ. ഫസ്റ്റ് വൺ വേർഡ്സ് ഓഫ് അഫർമേഷൻ, സെക്കൻഡ് ക്വാളിറ്റി ടൈം, തേർഡ് വരുന്നത് റിസീവിങ് ഗിഫ്റ്റ്സ്, ഫോർ വരുന്നത് ആക്ട്സ് ഓഫ് സർവീസ്, 5 ഫിസിക്കൽ ടച്ച്. നമുക്ക് വിശദമായിട്ട് നോക്കാം, ഓരോന്നും വിശദമായിട്ട് നോക്കാം എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത്. വേർഡ്സ് ഓഫ് അഫർമേഷൻ. ഈ ഒരു ലവ് ലാംഗ്വേജ് ഉള്ള ആളുകൾക്ക് എപ്പോഴും എന്താണ് അവർ ആഗ്രഹിക്കുന്നത്? അപ്രീസിയേഷൻ വേർഡ്സ്. അവരെ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിക്കുക. അവരെപ്പോഴും എപ്പോഴും എന്നല്ല, അവർക്ക് സ്നേഹം ഫീൽ ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ഐ എം പ്രൗഡ് ഓഫ് യു എന്നുള്ളൊരു വേർഡ്, അല്ലെങ്കിൽ ഐ ലവ് യു. അതുപോലെ കോംപ്ലിമെന്റ്സ്, അവരുടെ ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാം, അവരോട് സംസാരിക്കുക. അതുപോലെ എൻകറേജിങ് സ്റ്റേറ്റ്മെന്റ്സ്, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് പറയാം. എക്സാമ്പിൾ നോക്കൂ, യു ആർ ഇമ്പോർട്ടൻറ്റ് ടു മീ. നീ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നീ ചെയ്തത് വളരെ നന്നായി. നീ ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലാണെങ്കിൽ എന്താണ്, ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം വൈഫ് നോക്കുന്നുണ്ടാവും, മക്കളുടെ കാര്യങ്ങൾ, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ, കുക്കിംഗ് കാര്യങ്ങളൊക്കെ അധികവും ഇപ്പോൾ ജെൻസും ചെയ്യാറുണ്ട്, എങ്കിലും കൂടുതലായിട്ട് ചെയ്യുന്നത് ലേഡീസാണ് അല്ലേ. അപ്പോൾ അവരോട് പറയാം, നീ ഇത്രയും കാര്യങ്ങൾ നീ ചെയ്യുന്നുണ്ട്, ഐ എം പ്രൗഡ് ഓഫ് യു, താങ്ക് യു സോ മച്ച്, നന്ദി പറയാം. അതുപോലെ എന്താണ്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള വേർഡ്സ് ഓഫ് അഫർമേഷൻ. നീ എൻ്റെ ലൈഫിലുള്ളത് കൊണ്ട് എനിക്ക് വളരെ സന്തോഷമാണ്, ഞാൻ വളരെ ഹാപ്പിയാണ്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഞാൻ നിന്നെ അത്രയും സ്നേഹിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ്, ഈ വാക്കുകളിലൂടെയാണ് ചില ആളുകളുടെ ലവ് ലാംഗ്വേജ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? എന്താണ് എൻ്റെ പാർട്ട്ണർക്ക് വേണ്ടത് നമ്മൾ തിരിച്ചറിയണം. അപ്പം നമുക്ക് ചെയ്തു തരുന്ന ഓരോ കാര്യങ്ങൾക്കും, ഇപ്പം ഹസ്ബൻഡ് ആവട്ടെ വൈഫ് ആവട്ടെ, അങ്ങോട്ടും ഇങ്ങോട്ടില്ലേ കൂടെ ജീവിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ടാണ് പോവുക. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്താ പറയുക, താങ്ക് യു സോ മച്ച്, നന്ദി പറയുക. അതുപോലെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ അവരുടെ ഗുണങ്ങൾ, അല്ലേ, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള അവരുടെ എനർജി ഹൈ ആവുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ പറയാന്നുള്ളതാണ് എന്ത്, ഫസ്റ്റ് ആയിട്ടുള്ള ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് തിങ് എന്താണ്? ക്വാളിറ്റി ടൈമാണ്. ചില ആളുകളുടെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ക്വാളിറ്റി ടൈമാണ്. ഒരു ഫുൾ അറ്റൻഷനോട് കൂടി തമ്മിൽ കൂടെ എന്ത് ചെയ്യുക, കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ. ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും ആളുകൾ മിസ് ചെയ്യുന്ന ഒരു ലവ് ലാംഗ്വേജ് ആണ് ക്വാളിറ്റി ടൈം എന്നുള്ളത്, അല്ലെ. പലരും എന്താണ്, സ്ക്രീനിലാണ്, സോഷ്യൽ മീഡിയയിലാണ്. പല റീൽസും ഒക്കെ നമ്മൾ കാണാറുണ്ട്.
ഒരു വീട്ടിലായിരുന്നിട്ട് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ സ്ക്രീനിലായി തന്നെ പോകുന്ന പാർട്ട്നേഴ്സ് ഇവിടെ വലിയ പ്രശ്നമാണ്. അപ്പം ആ ഒരു പാർട്ട്ണർ ഒരു പാർട്ട്ണർക്ക് ക്വാളിറ്റി ടൈം ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ, അവരുടെ ലവ് ലാംഗ്വേജ് ക്വാളിറ്റി ടൈം ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഒരിക്കലും നല്ല രീതിയിൽ പോവോ? ഇല്ല. അപ്പം സംസാരിക്കുന്ന സമയത്ത് എന്ത് പറയും? നിനക്ക് എന്താ ഇവിടെ ഒരു കുറവ്? നിനക്കെല്ലാം നൽകുന്നില്ലേ? നിനക്കെല്ലാം ഞാൻ ചെയ്തു തരുന്നില്ലേ? പക്ഷേ ക്വാളിറ്റി ടൈം ആണ് ആ പാർട്ട്ണർക്ക് വേണ്ടത്. അവിടെ ഫോണോ ഒന്നും ഇല്ലാതെ എന്ത് ചെയ്യണം? നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. ഇപ്പൊ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ, അല്ലെ, പാരൻസ് കുട്ടികളുമായിട്ട് കുറച്ച് സമയം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതെല്ലാം. കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്നു, അപ്പോൾ കുട്ടികളുടെ അവരുടേതായിട്ടുള്ള വിഷമങ്ങൾ പറയാനും അത് ലിസൺ ചെയ്യാനും അവരുടെ ആഗ്രഹങ്ങൾ പറയാനും അത് ശ്രദ്ധിക്കാനും അവർ അപ്രീഷിയേറ്റ് ചെയ്യാനും ഒക്കെ എന്താണ് ഒരു ക്വാളിറ്റി ടൈം ഫാമിലിയിൽ എപ്പോഴും വേണം. ദിവസവും ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റ്സ് എങ്കിലും ഒരു ക്വാളിറ്റി ടൈമായിട്ട് നമ്മൾ മാറ്റി വെക്കണം. ആ സമയത്ത് ഫുൾ അറ്റൻഷൻ കൊടുത്ത് എന്താണ് അതും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ആ ഒരു സമയം എന്താക്കുക, വളരെ ക്വാളിറ്റി ഉള്ളൊരു സമയമാക്കിയിട്ട് അത് സ്പെൻഡ് ചെയ്യുക. അത് വളരെ ഹെൽത്തിയർ ആയിട്ട് ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഇതൊരു ലവ് ലാംഗ്വേജ് ആണ്. നെക്സ്റ്റ് ലവ് ലാംഗ്വേജ് ആക്ട് ഓഫ് ഓക്കെ റിസീവിങ് ഗിഫ്റ്റ്സ്. എന്താണ്? നമ്മൾ ഗിഫ്റ്റ്സ് കൊടുക്കുക എന്നുള്ളത്, ഗിഫ്റ്റ്സ് കിട്ടുക എന്നുള്ളത്. അപ്പോഴാണ് ചില ആളുകൾക്ക് എന്ത് സന്തോഷം ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്നേഹം ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇത് നിങ്ങൾ ഓരോന്നും നോട്ട് ഡൗൺ ചെയ്യാൻ പറ്റാൻ നോട്ട് ഡൗൺ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ, സിമ്പിൾ ഓഫ് ലവ്. ചില ആളുകൾ മനസ്സിലാക്കും, ചില ആളുകളുടെ ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അവർക്ക് എന്തെങ്കിലും സ്നേഹ സമ്മാനങ്ങൾ ചെറുതാവാം. ഓക്കെ, സ്നേഹ സമ്മാനങ്ങൾ ലഭിക്കുമ്പോഴാണ് തോട്ട് മാറ്റേഴ്സ് മോർ ദാൻ കോസ്റ്റ്. അല്ലേ? ചില സ്പെഷ്യൽ ഡേയ്സിലൊക്കെ ബർത്ത്ഡേ വരുന്നു, അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി, ഇങ്ങനെയൊക്കെ വരുന്നൊക്കെ സമയത്ത് ചെറിയ ചെറിയ ഗിഫ്റ്റ്സ് കൊടുക്കുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ കൊടുക്കുക. ഒരു ഫ്ലവർ ആവാം, എങ്കിലും നമ്മൾ ഓർത്ത് വെച്ച് ആ ഒരു സ്പെഷ്യൽ ഡേ ഓർത്ത് വെച്ച് ആ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു സന്തോഷം, ഐ ആം ലൗഡ് എന്നുള്ള ഒരു ഫീലിംഗ്, ഇതെന്താണ്? ഞാൻ സ്നേഹിക്കപ്പെടുന്നു എന്ന് അപ്പോഴല്ലേ നമ്മൾ ഹാപ്പി ആവുന്നത്, അപ്പോഴല്ലേ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ സ്നേഹിക്കാൻ പറ്റുന്നത്, അല്ലേ? നമ്മൾ എത്രത്തോളം ഹാപ്പി ആണോ അത്രത്തോളം നമ്മുടെ എനർജി ഹൈ ആവും. അതുപോലെ തന്നെ നമ്മൾ വളരെ നല്ല രീതിയിൽ സംസാരിക്കും, ഇടപെടലുകളെല്ലാം നല്ല രീതിയിലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ലവ് ലാംഗ്വേജ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഗിഫ്റ്റ്സ് സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പം സർപ്രൈസ് ആൻഡ് റിമെമ്പറൻസ് നമ്മൾ ഓർത്ത് വെക്കുക, അല്ലേ? നീ എന്നാലും എൻ്റെ ഈ ഒരു ഡേ ഓർത്ത് വെച്ചല്ലോ, അപ്പം നീ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായി, അല്ലെ? ഓർത്ത് വെച്ച് ബർത്ത്ഡേയും ഒക്കെ ഓർത്ത് വെച്ച് നമ്മൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കുമ്പോൾ ഒക്കെ എന്താണ്, വളരെ മധുരമുള്ളതാണ്, അല്ലേ? ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് നമുക്ക് തോന്നിയേക്കാം, പക്ഷെ നമ്മുടെ മാരീഡ് ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണ് ഇതെല്ലാം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. മാരീഡ് ലൈഫിൽ മാത്രമല്ല, അല്ലാത്ത ലൈഫിൽ നമുക്ക് എല്ലാവർക്കും ലവ് ലാംഗ്വേജസ്, ഓരോ മനുഷ്യർക്കും ഏതൊരു ബന്ധത്തിലായി കഴിഞ്ഞാലും അവരുടേതായിട്ടുള്ള ലവ് ലാംഗ്വേജസ് ഉണ്ട്, അല്ലേ? സ്നേഹം തന്നെയാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലവ് ലാംഗ്വേജ് നോക്കാം. ഏതാണ്? ആക്ട്സ് ഓഫ് സർവീസ്. നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ഹെൽപ്പിംഗ് ബിഹേവിയർ, സപ്പോർട്ട് ഇൻ ഡെയിലി ടാസ്ക്, ആക്ഷൻ ഓവർ വേർഡ്സ്. ചില ആളുകൾക്ക് വേർഡ്സിനേക്കാൾ വേണ്ടത് എന്താണ്? ആക്ഷൻസ് ആണ്, അല്ലേ? ചില ആളുകൾക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഭക്ഷണം പാകം വീട്ടിലെ കാര്യങ്ങൾക്ക് വൈഫ് പറയാണ്, ചില അധിക കാര്യങ്ങളിലും, അല്ലെ, ലേഡീസ് ഉണ്ടാവുന്നതാണ്, എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ, എൻ്റെ ഹസ്ബൻഡ് എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ, അല്ലേ? കുക്കിങ്ങിനായിട്ട് ഹെൽപ്പ് ചെയ്യാം. അതുപോലെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അല്ലെ? ചായ അല്ലെങ്കിൽ കോഫിയൊക്കെ എന്താണ് ചോദിക്കാതെ തന്നെ കൊടുക്കുക, ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക.
ഓക്കെ. അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അസുഖങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യുക? പരിചരിക്കുക. ഇതൊക്കെ ആക്ട് ഓഫ് സർവീസിൽ പെട്ടതാണ്. ചില ആളുകൾക്ക് ഈ രീതിയിലായിരിക്കും അവരുടെ ലവ് ലാംഗ്വേജ് വരിക. ആ രീതിയിൽ നമ്മൾ നൽകുമ്പോഴാണ് സ്നേഹം, ആ ഒരു കെയർ, ആ സപ്പോർട്ട് നൽകുമ്പോഴാണ് അവർക്ക് സ്നേഹം ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അല്ലേ? ഇപ്പോൾ എന്താണ്, ഒരാൾക്ക് എന്തെങ്കിലും അസുഖം വന്നു, അപ്പോൾ നമ്മൾ പറയാണ് ഇന്ന് നീ ജോലിയൊന്നും ചെയ്യണ്ട. ഉം. അല്ലെങ്കിൽ ഹസ്ബൻഡിന് അസുഖം വരുന്ന സമയത്ത് ഭാര്യ പറയാണ് നിങ്ങളിന്ന് കാര്യങ്ങളൊന്നും ചെയ്യണ്ട, ഞാൻ ചെയ്യാം. വീട്ടിൽ ഹസ്ബൻഡ് അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, ഞാൻ ചെയ്തോളാം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ ലവ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഫിസിക്കൽ ടച്ച്. നെക്സ്റ്റ് ലവ് ലാംഗ്വേജ് വരുന്നതാണ് ഫിസിക്കൽ ടച്ച്. പല ആളുകളുടെയും ലവ് ലാംഗ്വേജ് ആണ് വരുന്നത് ഇടയ്ക്കുന്ന ഹഗ് ചെയ്യുക, അല്ലെങ്കിൽ ഹോൾഡിങ് ഹാൻഡ്സ്, കൈ പിടിക്കുക, ഇമോഷണൽ ക്ലോസ്നെസ് ത്രൂ ടച്ച്. ഇമോഷണലി നമ്മൾ ഒന്നുകൂടെ കണക്റ്റ് ആവും അല്ലേ? അങ്ങനെ ആ ഒരു ടച്ചിലൂടെ ഒരു പ്രശ്നം വരുമ്പോൾ എന്താണ്, ഒന്ന് തോളിൽ തൊട്ടി ആശ്വസിപ്പിക്കുക, ഹഗ് ചെയ്യുക, കൈകൾ പിടിച്ച് ഒന്ന് നമ്മുടെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ കൈകൾ പുറത്ത് പിടിച്ചുകൊണ്ട് സംസാരിക്കുക. അല്ലേ? ഇങ്ങനെ പല ആളുകൾക്കും പല രീതിയിലാണ് ലവ് ലാംഗ്വേജസ് വരുന്നത്. സംസാരിക്കുമ്പോൾ ഒക്കെ കയ്യിൽ സ്നേഹത്തോടെ തൊടുക, ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ഇടയ്ക്ക് കിസ് ചെയ്യുക. ഓക്കെ. ഈ രീതിയിലൊക്കെയാണ്, പല രീതിയിലാണ് ലവ് ലാംഗ്വേജസ് വരുന്നത്. അപ്പം നമ്മുടെ പാർട്ട്ണർക്ക് ഏതാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അത് നൽകുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഇപ്പം കേൾക്കുമ്പം വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷെ നിങ്ങളുടെ ലൈഫ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അത് നൽകി കഴിഞ്ഞാൽ. എവിടെയാണ് മിസ്അണ്ടർസ്റ്റാൻഡിങ് സംഭവിക്കുന്നത്? എവിടെയാണ് പ്രശ്നം സംഭവിക്കുന്നത്? പറഞ്ഞല്ലോ, സ്നേഹമുണ്ട്, പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർക്ക് അത് ഫീൽ ചെയ്യുന്നില്ല. ഇത് എന്തുകൊണ്ടാണ്? ഗിവിംഗ് ലവ് ഇൻ അവർ ലാംഗ്വേജ്, നോട്ട് ഇൻ പാർട്ട്നേഴ്സ് ലാംഗ്വേജ്. നമ്മൾ എങ്ങനെയാ നൽകുക? നമ്മുടെ ലവ് ലാംഗ്വേജ് എന്താണോ അതാണ് പാർട്ട്ണർക്കും നമ്മൾ നൽകുക. അല്ലേ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈച്ച് പാർട്ട്ണർ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ആഗ്രഹിക്കുന്നതല്ല എൻ്റെ പാർട്ട്ണർ ആഗ്രഹിക്കുന്ന ലവ് ലാംഗ്വേജ്. അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവളുടെ ലവ് ലാംഗ്വേജ്, അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ലവ് ലാംഗ്വേജ് ഞാൻ മനസ്സിലാക്കി നൽകുമ്പോഴാണ് അവർക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നത്, എന്നെ അവർ സ്നേഹിക്കുന്നു എന്നുള്ള ആ ഒരു ഫീൽ വരുന്നതും ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ കഴിയുന്നതും സഹായിക്കുന്നതും. ഓക്കെ. അപ്പോൾ ഇവിടെ എൻ്റെ ലവ് ലാംഗ്വേജ് ഞാൻ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ പാർട്ട്ണർക്ക് നൽകി കഴിഞ്ഞാൽ അവരൊട്ടും സാറ്റിസ്ഫൈ ആവില്ല. ഇവിടെ എന്താ സംഭവിക്കുക? എക്സ്പെക്ടേഷൻ ഗ്യാപ്പ് വരുന്നു. അല്ലെ? എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള എപ്പോഴും പരാതിയായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം ഇവർക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല, ഇവരുടെ ലവ് ലാംഗ്വേജിലല്ല അവർക്ക് ലഭിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എന്താണ്? ഹസ്ബൻഡ് ഗിഫ്റ്റ്സ്, വൈഫ് നീഡ്സ് ടൈം. ഹസ്ബൻഡ് അവിടെ നൽകുന്നത് ഗിഫ്റ്റ്സ് ആണ്, അദ്ദേഹത്തിന്റെ ലവ് ലാംഗ്വേജ് ഗിഫ്റ്റ്സ് സ്വീകരിക്കുക എന്നുള്ളതാവും. അതുകൊണ്ട് അദ്ദേഹത്തിന് ഏറ്റവും സ്നേഹം ഫീൽ ചെയ്യാൻ പറ്റുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഗിഫ്റ്റ്സ് നൽകുമ്പോഴായിരിക്കും. പക്ഷേ വൈഫ് എന്താ ആഗ്രഹിക്കുന്നത്? വൈഫിന്റെ ലവ് ലാംഗ്വേജ് എന്താണ്? ടൈമാണ്, ക്വാളിറ്റി ടൈമാണ്. അദ്ദേഹത്തെ കുറച്ച് സമയം അടുത്തിരുന്ന് വളരെ നല്ല രീതിയിൽ സ്നേഹം പങ്കിടുക, മീൻസ് സംസാരിക്കുക, അതുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ഹാപ്പി ആവുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഹസ്ബൻഡ് നൽകുന്ന എന്താണ്? ഗിഫ്റ്റ്സ് ആണ്. അവിടെ എന്താണ് റിസൾട്ട് വരിക? ഹി ഡസൻ ലവ് മീ, എന്നെ സ്നേഹിക്കുന്നില്ല. കാരണം ഈ ഒരു വൈഫ് ക്രേവ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹമായിട്ടുള്ള കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം, അവരുടേതായിട്ടുള്ള ഒരു ടൈം. അപ്പം ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇവിടെ പ്രശ്നമായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് ഇവിടെ നമ്മൾ ചെയ്യാനുള്ള സൊല്യൂഷൻ? എന്താണ്? ഹൗ ടു ഇംപ്രൂവ് റിലേഷൻഷിപ്സ്. എന്താണ് നമ്മളിവിടെ ചെയ്യേണ്ടത്? ഐഡന്റിഫൈ പാർട്ട്നേഴ്സ് ലവ് ലാംഗ്വേജ്. നമ്മുടെ പാർട്ട്ണറുടെ ലവ് ലാംഗ്വേജ് എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവർ
അവരുമായിട്ട് എന്താണ് ഒബ്സർവ് റിയാക്ഷൻസ്, അവർ എന്ത് കിട്ടുമ്പോഴാണ് അവർ ഹാപ്പി ആവുന്നത്, അവർ കൂടുതൽ എനർജറ്റിക് ആവുന്നത്, അല്ലെങ്കിൽ കൂടുതൽ എന്താണ് എന്ത് ഏത് ടൈപ്പ് ഓഫ് ലവ് ലാംഗ്വേജ് വരുമ്പോഴാണ് അവർ ഹാപ്പി ആവുന്നത് എന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്യുക. ഓക്കെ, കമ്മ്യൂണിക്കേറ്റ് ഓപ്പൺലി. നമ്മുടെ റിലേഷൻഷിപ്പിൽ എപ്പോഴും വേണ്ടത് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ്. എന്ത് നമുക്ക് വേണം, ഞാൻ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്, എന്ത് ലഭിക്കുമ്പോഴാണ് ഞാൻ ഹാപ്പി ആവുന്നത് എന്നുള്ളത് പാർട്ട്ണറുമായിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കണം. എങ്കിലല്ലേ അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്ത് വേണം, എന്താണ് വേണ്ടത്, എന്താണ് നൽകേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അല്ലെ നമുക്ക് മുഖത്ത് നോക്കിയാൽ മനസ്സിലാവോ? ഇല്ല. നമ്മൾ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതുപോലെ അഡാപ്റ്റ് ബിഹേവിയർ. നമ്മൾ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരേ പെരുമാറ്റമല്ല നമ്മളിൽ നിന്നുണ്ടാവേണ്ടത്. ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പെരുമാറ്റമാണ് നമ്മളിൽ നിന്നും വേണ്ടത്. ഓക്കെ, അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ആയിട്ട് സംസാരിക്കാം. അപ്പൊ നിങ്ങൾ കണ്ടെത്തണം അല്ലെ, നിങ്ങളുടെ ലവ് ലാംഗ്വേജ് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം. എങ്കിലല്ലേ പാർട്ട്ണറോട് എനിക്കിത് വേണം എന്ന് പറയാൻ പറ്റുള്ളൂ. എന്റെ ലവ് ലാംഗ്വേജ് എന്താണ്? അതുപോലെ ഹസ്ബൻഡിനോട് അല്ലെങ്കിൽ വൈഫിനോട് ചോദിക്കാം, നിന്റെ ലവ് ലാംഗ്വേജ് എന്താണ്, നീ കൂടുതൽ ഹാപ്പി ആവുന്നത് എന്ത് ലഭിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ എന്താണ് എന്നിൽ നിന്നും നിനക്ക് ലാക്ക് ചെയ്യുന്നത്, എന്താണ് എന്നിൽ നിന്നും നിനക്ക് കിട്ടാതെ പോകുന്നത് എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങളുടെ ഇപ്പോൾ ലവ് ലാംഗ്വേജ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്ത് കിട്ടുമ്പോഴാണ് നിങ്ങൾ കൂടുതൽ ഹാപ്പി ആകുന്നത്, ഈ 5 ലവ് ലാംഗ്വേജസിൽ നിന്നും എന്ത് ലഭിക്കുമ്പോഴാണ് കൂടുതൽ ഹാപ്പി ആവുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഒന്ന് ടെക്സ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ച്. ഇപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായി മാഡം. എന്താണ് നിങ്ങളുടെ ലവ് ലാംഗ്വേജ് എന്താണ്? രതി മാം, യെസ്. എന്താണ് നിങ്ങളുടെ ലവ് ലാംഗ്വേജ് എന്താണെന്ന് മനസ്സിലായോ? അതെ അതെ. ഏതായിരുന്നു? എനിക്ക് ക്വാളിറ്റി ടൈമാണ്. ക്വാളിറ്റി ടൈമാണ്. ഓക്കെ, അപ്പോൾ ഹസ്ബൻഡോട് സംസാരിച്ചിട്ടുണ്ടോ ഇത്, എനിക്ക് ക്വാളിറ്റി ടൈം ആണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത്? ഇല്ല. ഇല്ല. അപ്പോൾ ഇതൊരു പരാതിയായിട്ട് മനസ്സിൽ ഉണ്ടാവാറുണ്ടോ? എന്നെ എനിക്ക് സമയം തരുന്നില്ല, സമയം കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ? ഞാൻ അത് ചിലപ്പൊക്കെ പറയാറുണ്ട്, പക്ഷെ ഒന്നും പറയാറില്ല. ഓക്കെ, അപ്പം നമ്മള് മാരീഡ് ലൈഫിൽ എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ പാർട്ട്ണറുടെ ലവ് ലാംഗ്വേജ് മനസ്സിലാക്കുക, നമ്മുടെ ലവ് ലാംഗ്വേജ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. ഓക്കെ, രതി മാം ആളുടെ മനസ്സിലാക്കിയിട്ടുണ്ടോ, ഹസ്ബൻഡിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആൾക്കും ഈ പറഞ്ഞ പോലെ ഏഹ്, അതായത് ഏഹ്, ആളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് വീട്ടിലെ വർക്കുകൾ ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്നതാണെന്നുള്ളത് ഇത് കേട്ടപ്പോഴേക്കും മനസ്സിലായത്. ഓക്കെ, അപ്പം ആളെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. ആളുടെ ലവ് ലാംഗ്വേജ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി എങ്ങനെ? ആള് ചെയ്യുന്നത് അതാണ്. ആള് ആൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യണം, വീട്ടിലെ വർക്കുകൾക്കൊക്കെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഓ ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. യെസ്, നിങ്ങളുടെ ലവ് ലാംഗ്വേജ് പറയുന്നത് ക്വാളിറ്റി ടൈമാണ്. ഓക്കെ, അപ്പം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണം. അപ്പോഴാണ് ആ ഒരു ബന്ധം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോവുക. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ ഒരു 90% ആളുകളുടെ പ്രശ്നം സോൾവ് ആവും. കാരണം അതുപോലെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോ ഞാന് ഇപ്പോ ബർത്ത്ഡേയിലും വെഡിങ് ആനിവേഴ്സറി ഒക്കെ ആയാലും ഞാൻ ഓർത്ത് വെച്ച് അങ്ങോട്ട് ഗിഫ്റ്റ് കൊടുക്കും. പക്ഷെ ചേട്ടന് അതില് ഇമ്പോർട്ടന്റ് കാണാറില്ല. ഞാനത് എന്താ പറയുകയും ചെയ്യും. ഞാൻ നിങ്ങൾ വാങ്ങിച്ചു തന്നു, അപ്പൊ അത് ഞാൻ തിരിച്ച് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് പറയുമ്പോ യെസ്, ആളത്രയും ശ്രദ്ധിക്കാറില്ല. നിങ്ങളുടെ ലവ് ലാംഗ്വേജിൽ അതും ഉണ്ട്. ക്വാളിറ്റി ടൈം മാത്രമല്ല, റിസീവിങ് ഗിഫ്റ്റ്സ് എന്നുള്ളത് നിങ്ങളുടെ അതും ഉണ്ട്. ഇപ്പം എല്ലാവർക്കും ഓരോ, ഇപ്പൊ പ്രൈമറി ആയിട്ട് ഒരു ലവ് ലാംഗ്വേജ് ഉണ്ടാവും, സെക്കൻഡറി ആയിട്ടും ഈ എല്ലാ ലവ് ലാംഗ്വേജസും ഉള്ളവരുണ്ട്. എന്നാലും പക്ഷെ എന്താണ്, പ്രൈമറി ആയിട്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ ഉണ്ടാവും. അത് നമുക്ക് കിട്ടാതെ പോകുമ്പോൾ നമ്മൾ നന്നായിട്ട് ആ, അത് റിയാക്ട് ചെയ്യും, അത് ബന്ധത്തിൽ ഇങ്ങനെ പ്രതിഫലിക്കും. ഓക്കെ, അപ്പം പ്രൈമറി ആയിട്ട് ഒന്നോ രണ്ടോ ആയിരിക്കും, പക്ഷെ എല്ലാ ലവ് ലാംഗ്വേജസും എല്ലാവർക്കും ഉണ്ട്.
പക്ഷെ നമ്മൾ മനസ്സിലാക്കി ഏതാണ് പ്രൈമറി എന്നുള്ളത് മനസ്സിലാക്കി നൽകണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പോ ആ എന്താണ് എല്ലാവർക്കും മനസ്സിലായോ? ജോസഫ് സാർ എന്താണ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ. എന്താണ് വിശേഷങ്ങൾ? എന്താ സാറിന് മനസ്സിലായോ? സാർ ഓൾറെഡി അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നോ? എനിക്ക് തോന്നുന്നു റിലേഷൻഷിപ്പ് മാസ്റ്ററിയിൽ സാർ ഉണ്ടായിരുന്നു അല്ലേ? സാർ അത് ഓൾറെഡി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും. എന്താണ് സാർ? മനസ്സിലായി. ഓക്കെ. നൽകാറുണ്ടായിരുന്നോ? ഹലോ, വൈഫിന്റെ ലവ് ലാംഗ്വേജ് അറിയാമായിരുന്നോ? അത് നൽകാറുണ്ടായിരുന്നോ? മനസ്സിലാക്കിയിട്ട് നൽകാറുണ്ടായിരുന്നോ? ഞാനിപ്പോ നൽകാറുണ്ട്. ഓക്കെ. സാറിന്റെ ലവ് ലാംഗ്വേജ് എന്താണ്? ടൈം സ്പെൻഡ് ചെയ്യാൻ മാത്രം പറ്റുന്നില്ല, ബാക്കി കുഴപ്പമില്ല. ഗിഫ്റ്റ് ഓ, കൊടുക്കുന്നുണ്ട്, മാരേജിന് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പണ്ട് പോലെ ചെയ്യാറുണ്ട്. പിന്നെ ടൈം, നമുക്ക് ടൈം തികയാത്തത് കൊണ്ട് അത് വൈഫ് നോക്കാൻ പറയാറുണ്ടോ ടൈം നടക്കുന്നില്ല. കിട്ടുന്നില്ല എന്ന് പറയാറുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു, ഒരു 10:30 വരെയും, നൈറ്റിൽ 10:30 വരെയും എന്നെ പ്രതീക്ഷിക്കണ്ട എന്നാണ് പറഞ്ഞത്. കാരണം ചിലപ്പോ ഇങ്ങനെ പല കാര്യങ്ങൾക്കും പോയി വരുമ്പോ താമസിക്കും. ഉം. എനിക്കറിയാം 8 മണിക്ക് വരാറുണ്ട്, പക്ഷെ 10:30 വരെയും ഞാൻ ടൈം മേടിച്ചിട്ടുണ്ട്. അത് വാങ്ങി വെച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. എങ്കിലും ക്വാളിറ്റി ടൈമിന് വേണ്ടിയിട്ട് നമുക്ക് അല്ലേ, നമ്മുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടും ഒരു സമയം മാറ്റിവെക്കാം. മോർണിംഗിലാവാം ആ ഒരു സമയം. സൺഡേ ഫുള്ള് ഫ്രീ ആയിരിക്കും. സൺഡേ സൺഡേ ഉച്ച കഴിഞ്ഞ് ഫുള്ള് ഫ്രീ ആയിരിക്കും. ഒരു ഉം. 1 മണിക്ക് ഫ്രീ ആണ്. ഓ, ഓ. അപ്പൊ അത് നമ്മൾ എല്ലാം ഔട്ടിങ് അങ്ങനെ കാര്യങ്ങൾ. ഫുൾഫിൽ ചെയ്യണം. കാരണം നമ്മുടെ പ്രസൻസ് അവർക്ക് അത്രയും ആഗ്രഹിക്കുന്നുണ്ട്. അത് ലാക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് അവരുടെ ഇതിനെ ബാധിക്കും. ഒരു അതെ. ഹെൽത്തി റിലേഷൻഷിപ്പിനെ ബാധിക്കും കേട്ടോ. ഒന്നും കൂടെ ഹാപ്പി ആവും, ഒന്നും കൂടെ അവർ എനർജറ്റിക് ആവും. അല്ലേ, നമ്മുടെ പീസ് ഓഫ് മൈൻഡ്, നമ്മുടെ മൈൻഡിന്റെ എങ്ങനെയാണ് നമ്മുടെ മൈൻഡ് ഉള്ളത്, ഹാപ്പി ആണെങ്കിൽ കാം ആണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ എല്ലാ തരത്തിലും മാറ്റങ്ങൾ ഉണ്ടാവും. ഹെൽത്തിൽ വരെ മാറ്റങ്ങൾ ഉണ്ടാവും അല്ലേ? നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയോ? എല്ലാവർക്കും റിയലൈസ് ചെയ്യാൻ പറ്റിയോ? എന്താണ് നിങ്ങളുടെ ലവ് ലാംഗ്വേജ്? എന്താണ് നിങ്ങളുടെ പാർട്ട്ണറുടെ ലവ് ലാംഗ്വേജ്? മനസ്സിലാക്കണം, അത് നൽകണം എന്നുള്ള ഒരു റിയലൈസേഷൻ ഉണ്ടായോ? തീർച്ചയായിട്ടും വളരെ മാഡം. നല്ല ക്ലാസ് ഇത് ആയിരുന്നു. ഓക്കെ. ഇത് മനസ്സിലാക്കിയിട്ട് ജീവിക്കുകയാണെങ്കിൽ കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ജീവിക്കാൻ പറ്റും. യെസ്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരായാലും നമുക്ക് ഓരോ വ്യക്തികള് എങ്ങനെയാണ്, ചില ആളുകൾ എന്നോട് പറയാറുണ്ട്, നിങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെ സമാധാനമാണ്, വളരെ പോസിറ്റീവാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോ എന്താ പറയാ, ചില വ്യക്തികൾ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഓരോരുത്തരെ ഇങ്ങനെ മനസ്സിലാക്കി ജീവിക്കാൻ നമുക്ക് യെസ്. പറ്റും, നന്നായി ഇടപഴകുമ്പോൾ. യാ. ഇത് അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ് വളരെയധികം എന്താ പറയുക യൂസ്ഫുൾ ആയിട്ടോ. കാരണം എന്താ വെച്ചാൽ എന്റെ പാർട്ണർ, ഞാൻ ചിന്തിക്കാറുണ്ട് എന്താണ് ഞാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ ആളെന്നോട് പെരുമാറട്ടെ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പിന്നെ നമ്മുടെ മുൻപത്തെ പോലെ EFT കോഴ്സ്, EFT ഒക്കെ ചെയ്യുന്ന കുറെയൊക്കെ ഒരു മാറ്റം ആളിൽ വന്നിട്ടുണ്ട്. അതും വേണം പറയാനായിട്ട്. നമ്മൾ ആ ഒരു അഫർമേഷൻ ചെയ്യുന്നതും ഒക്കെ, എന്നോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതും ഒക്കെ നമ്മൾ ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ഒരു EFT കോഴ്സിന് ശേഷം ഭയങ്കര ഹാപ്പിയാണ്. ആദ്യമൊക്കെ ഭയങ്കര തനിയെ കരയാണ്. അതായത് ആളിൽ നിന്നൊരു റെസ്പോണ്ട് ഇല്ലാത്തതുകൊണ്ട് കരച്ചിലായിരുന്നു എനിക്ക്. സങ്കടം, എന്നെ ആരും മനസ്സിലാക്കില്ല, എന്റെ ചേട്ടൻ മനസ്സിലാക്കില്ല, എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ഞാൻ ഈ വീട്ടിൽ ചെയ്യുന്നുണ്ട്, ഇനി ആൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, പക്ഷെ ആള് കാണുന്നില്ലല്ലോ, ആളെന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, അങ്ങനത്തെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ ഒരു സെൽഫ് ലവും ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം, കുറെ മാറ്റം വന്നിട്ടുണ്ട് എനിക്ക്. അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ് കുറച്ചും കൂടി ആളെ മനസ്സിലാക്കാനായിട്ടും ഇനി ആൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറാനും ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ഇനി നോക്കും. എന്തായാലും സൂപ്പർ, നല്ല. താങ്ക് യു രതി മാം, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എന്താണ് ചെറിയ കാര്യങ്ങളാണ് ഇതിലുള്ളത്, പക്ഷെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവും നമ്മളുടെ റിലേഷൻഷിപ്പിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് സൊല്യൂഷനാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ നൽകി കഴിഞ്ഞാൽ. നമ്മൾ രണ്ട് കാര്യങ്ങളാണ്, നമ്മുടെ ലവ് ലാംഗ്വേജ് എന്താണ് നമ്മൾ റിയലൈസ് ചെയ്യണം, പ്ലസ് അവരുടെ ലവ് ലാംഗ്വേജ് എന്താണെന്നുള്ളത്. നമ്മുടെ ലവ് ലാംഗ്വേജ് അവരോട് അറിയിക്കുകയും വേണം, അതുപോലെ അവരുടെ ലവ് ലാംഗ്വേജ് എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ നൽകുകയും വേണം. നമ്മൾ നൽകുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ, കാരണം നമ്മളുടെ കൂടെ നിൽക്കുന്ന ആൾക്ക് നമ്മൾ നൽകുമ്പോൾ അവർ ഹാപ്പി ആവും.
പിന്നെ നമ്മളായിരിക്കും അവർക്കെല്ലാം. അപ്പൊ നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മളായിട്ടുള്ള ആ ഒരു ആം, കൂടെ നിൽക്കാനും നമ്മോട് സംസാരിക്കാനും ഒക്കെ സമയം കണ്ടെത്തും. അപ്പോഴാണ് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ അവിടെ ചാൻസ് ഉണ്ടാവുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ സംസാരിക്കാം, എനിക്കിങ്ങനെയാണ് വേണ്ടത്. അപ്പം ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത ആളാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളതൊന്നും അറിയാത്തത് കൊണ്ടാണ് ഈ ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ഒന്നും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുള്ള ആ ഒരു തിരിച്ചറിവ് അവർക്ക് നൽകാം, ആ ഒരു അവയർനെസ് അവർക്ക് നൽകാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലേക്കും ആളുകളെ കൊണ്ടുവരാൻ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട് സർക്കിളിൽ ഉണ്ടാവും, ഫാമിലിയിൽ ഉണ്ടാവും. ഇപ്പം നമ്മുടെ അല്ലേ, നമുക്കറിയാം അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് വാട്സപ്പ് അങ്ങനെ ഒരുപാട് ഗ്രൂപ്പ്സ് കാര്യങ്ങൾ കണക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ നിങ്ങൾ ഈ മോർണിംഗ് സെഷന്റെ ലിങ്ക് അയച്ചു കൊടുക്കുക, അവരോട് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പറയുക. ഇതൊക്കെ നിങ്ങൾ അവർക്ക് നൽകുന്ന അല്ലേ, നമ്മൾ മനുഷ്യരെന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരുടെ ലൈഫിൽ അവരുടെ ലൈഫ് ഈസി ആക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ വളരെ നല്ല കാര്യങ്ങളാണ് അല്ലേ. മനുഷ്യരെന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഒരു ചാരിറ്റി പോലെ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഈ സെഷനുകളുടെ ലിങ്കും റെക്കോർഡിങ്സ് ഒക്കെ അയച്ചു കൊടുക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ. നമ്മള് തീർച്ചയായിട്ടും. ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ലൈഫിൽ സ്ട്രഗ്ലിങ്സ് ഉണ്ടോ, നമ്മൾ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ, അതിൻ്റെയൊക്കെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇഗ്നോറൻസ് ആണ്, മീൻസ് അറിവില്ലായ്മയാണ്. അറിവില്ലാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും സംഭവിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളുണ്ട്, ഇതിനുള്ളൊരു സൊല്യൂഷൻ ഉണ്ട് എന്നുള്ള അറിവില്ല അല്ലേ. നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിലെ ലെസൺസ് പലതും നമ്മൾ പഠിച്ചിട്ടല്ല നമ്മൾ ലൈഫിലേക്ക് വരുന്നത്. നമുക്ക് അറിയുന്ന പോലെ, നമ്മൾ കണ്ട പോലെ, നമ്മൾ കേട്ട പോലെ നമ്മൾ നൽകുകയാണ്. പ്രത്യേകിച്ച് മാരീഡ് ലൈഫിലൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ലാക്ക് ഓഫ് അവയർനെസ് അല്ലെങ്കിൽ അറിവില്ലായ്മ തന്നെയാണ് പ്രശ്നം വരുന്നത്. ഇങ്ങനെയൊക്കെ ടിപ്സ് ഉണ്ട്, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ അവരുടെ സ്നേഹം അവർക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഈ രീതിയിലൊക്കെ കൊടുക്കണം. അതുപോലെ നീഡ്സ് ഉണ്ട്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി അത് നൽകുമ്പോഴാണ് ബന്ധങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ട് പോകും. ഓക്കെ. അപ്പം എല്ലാവരും ഈ നിങ്ങളുടെ ലവ് ലാംഗ്വേജ് എന്താ മനസ്സിലാക്കുക, പാർട്ട്ണറുടേത് അല്ലെങ്കിൽ പാരൻസിന്റെ മക്കളുടെ ഒക്കെ ലവ് ലാംഗ്വേജ് മനസ്സിലാക്കിയിട്ട് അത് നൽകുക. അത് നൽകുമ്പോൾ ഇതാണ് വളരെ നല്ല രീതിയിൽ ബന്ധം കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ. അപ്പൊ നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഓൾ. താങ്ക് യു. തീർച്ചയായും. ഓക്കെ. താങ്ക് യു മാം. തീർച്ചയായിട്ടും മാഡം. ഞാൻ ഒത്തിരി ആളുകൾക്ക് നമ്മുടെ ലിങ്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ഇതിൽ തന്നെ കയറിയിട്ടുണ്ട്, എന്റെ സഹപ്രവർത്തകർ കയറിയിട്ടുണ്ട്. അതിലൊരു വ്യക്തി എന്നോട് പറഞ്ഞത് ഞാൻ EFT യിൽ ചേർന്നിട്ടുണ്ട് തോന്നുന്നു. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഇപ്പൊ ഈ ഒരു 6 മണി സെഷനിലൊക്കെ ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തപ്പോ കയറുന്നുണ്ട്. അപ്പൊ ഞാൻ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ട് മറ്റുള്ളവരും അനുഭവിക്കുന്നുണ്ടല്ലോ, അപ്പൊ അവരുടെ അതിൽ നിന്ന് റിലീസ് ആവാനായിട്ട് മാക്സിമം ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടുതലും ഇങ്ങനെയുള്ള ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഇഷ്യൂസ് ഉള്ളവർക്ക് തന്നെയാണ് കൊടുക്കുന്നത്. കാരണം അവർക്ക് കൈവിട്ടു പോവാണ്, ഡിവോഴ്സ് ആവാനുള്ള ആ ഒരു അവസരത്തിൽ വരെ എത്തി നിൽക്കുന്ന വ്യക്തികളെ തിരിച്ചിതിലേക്ക് കൊണ്ടുവരാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. അതിന് ഈ ഒരു പ്ലാറ്റ്ഫോമിനോട് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അവർ താങ്ക് യു. ഹാപ്പിയാണ് ഇപ്പോ, പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. താങ്ക് യു സോ മച്ച്. അതന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അല്ലേ. നമ്മൾ ഒരുപാട് ക്യാഷ് കൊണ്ട് ഹെൽപ്പ് ചെയ്യാന്നുള്ളത് മാത്രമല്ല ചാരിറ്റി, ഇതെല്ലാം ആ ഒരു ചാരിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ്. കാരണം അത്രയും സ്റ്റക്കായിട്ട് അവർ നിൽക്കുന്ന സമയത്ത് അല്ലേ, പല ആളുകൾക്കും ഇതെന്റെ വിധിയാണ്, ഇങ്ങനെയാണ് ലൈഫ് എന്ന് ചിന്തിച്ച് സ്റ്റക്കായി പോയി സൂയിസൈഡൽ തോട്ട്സും കാര്യങ്ങളൊക്കെ അതിലേക്കൊക്കെ പോയിട്ടുള്ള ആളുകളാണ്. പക്ഷെ അതൊന്നുമല്ല, ഇതിനെല്ലാം സൊല്യൂഷൻസ് ഉണ്ട് എന്നുള്ളത്. അതുപോലെ നമ്മുടെ മൈൻഡ് കണക്റ്റഡ് ആണ് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം എന്നുള്ളതൊക്കെ ആ ഒരു റിയലൈസേഷനൊക്കെ അവർക്ക് കൊടുക്കുമ്പോണ്ടല്ലോ, അവർക്ക് ആ ഒരു ജീവിതം തിരിച്ചു കിട്ടിയ സന്തോഷം അല്ലേ. നമ്മളിപ്പോ നമ്മുടെ ലൈഫ് പാർട്ണറുമായിട്ട് പ്രശ്നം ഉണ്ടാവുമ്പം അവിടെ കൂടുതൽ ഞാൻ ശരിയെന്ന് അവിടെ ആ, എന്താണ് അവിടെ കാണിക്കുന്നതിനേക്കാൾ അവിടെ സൊല്യൂഷൻ എന്താണ്, ഫോർഗീവ്നെസ് ആണ്. ഫോർഗീവ്നെസ്സിലൂടെയാണ് അവിടെ സൊല്യൂഷൻ കണ്ടെത്താൻ നമുക്ക് സാധിക്കുക. ഇങ്ങനെയൊക്കെയുള്ള സൊല്യൂഷൻ ഉണ്ട് എന്ന് അറിയാത്തവരാണ് അധിക പേരും അല്ലേ. അതുകൊണ്ടാണ് പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ 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 പോയിട്ട് ഡിവോഴ്സിലേക്ക് എത്തുന്നത്. ഡിവോഴ്സ് റേറ്റ് ഇപ്പോൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു അവയർനെസ്സിന്റെ കുറവാണ്, ഇതിനൊക്കെ എങ്ങനെയുള്ള സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളതിന്റെ അറിവില്ലായ്മയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. അത് നിങ്ങൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഓൾ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്താണ്, വളരെ നന്ദി. നിങ്ങൾ ഇത്രയും സമയം സെഷനിൽ ഇരുന്നു, ഞാൻ പറയുന്നതൊക്കെ കേട്ടു, റെസ്പോണ്ട് ചെയ്തു. താങ്ക് യു അഗെയിൻ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ഇതിന്റെ നമ്പർ വേണം കേട്ടോ.
രതി രതി മാം, നമ്പർ രതിയുടെ നമ്പർ ചോദിക്കുന്നുണ്ട്. രതി മാമിന്റെ നമ്പർ ചോദിക്കുന്നുണ്ട് ജമീല മാം. ജമീല എന്റെ നമ്പർക്ക് ഒന്ന് അടിച്ചാൽ മതി. നമ്പർ ഇത് കാണുന്നില്ലേ? ആണോ? ആ ജമീല മാം ടൈപ്പ് നമ്പർ ചെയ്തിട്ട് ഒന്ന് നോട്ട് ചെയ്തോളൂ. 61019096. ഓക്കെ, 9961019096. ഓക്കെ ജമീല മാം. ശരി, അതെ ശരി. ഓക്കെ, താങ്ക് യു ആൾ. ഹായ് രശ്മ. Have a nice day. Thank you. Thank you, ma'am.